എനിക്ക് ഈ സെക്സ് ചെയ്തതിന് ശേഷം എന്താ തോന്നുന്നതെന്നറിയോ? ഇല്ല, എന്താ തോന്നുന്നേ? സാഡ്, ലോൺലിനെസ്. ഒന്നും വേണ്ട, കുറച്ചു നേരം ഒറ്റയ്ക്ക് കിടന്നാൽ മതി, സ്വസ്ഥമായിട്ട്. അപ്പൊ ഈ സെൽഫായിട്ട് ചെയ്യുമ്പോഴോ? കുറ്റബോധം. കുറ്റബോധോ? കുറ്റബോധം കാരണം ഇനി ഒരിക്കലും ചെയ്യരുതെന്ന് വരെ തോന്നിപ്പോവും. എന്നിട്ടെന്താ, കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ വിടാൻ തോന്നും. അപ്പൊ ഒന്നുകൂടെ വിടും. ആ ഫോൺ എടുത്ത് മിണ്ടില്ല മിണ്ടില്ല. ഹലോ ഹലോ ഹലോ, നീ എവിടെയാ? ഞാൻ ഉറങ്ങ. ഒരു പ്രശ്നമുണ്ടല്ലോ അഭിനയ. എന്ത് പ്രശ്നം? എന്താ എന്തെറ്റി? എടാ ഇവിടെ ഓറിയോ ഇല്ല. ഓറിയോ? എടാ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലെന്ന്. നീയല്ലേ പറഞ്ഞേ ഓറിയോ ഷേക്ക് വേണോന്ന്? അതിന് എടാ നിന്റെ മറ്റേ റൂമിന്റെ താഴെയുള്ള ചേട്ടന്റെ കടയിൽ ഉണ്ടാവില്ലേ? നിനക്കൊന്ന് പോയി ചോദിക്കാവോ? എനിക്കൊന്നും വയ്യ, ഞാൻ ഉറങ്ങോ. എന്നാ നീ വെച്ചോ, ഞാൻ അങ്ങോട്ട് വരാം. എങ്ങോട്ട്? റൂമിലേക്ക്. എന്നാ നീ വെച്ചോ, ഞാനിപ്പോ എത്തും. ശരി. എന്താ വേറെ എന്തെറ്റി? അവള് വരുന്നുണ്ട്. ആര്? എന്റെ കാമുകി ഹർഷ. അവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? എനിക്കറിയില്ല. അറിയില്ലാന്നോ? ഒന്ന് രണ്ടും പറഞ്ഞേക്കാൻ സമയമില്ല. റെഡിയാവ്. തുറക്കട്ടെ. എത്തിട്ട് മെസ്സേജ് അയക്കണം. പോണോ? ഇപ്പൊ പോ, പിന്നെ വാ. രാവിലെ എത്തിയാ? എന്താണ് ഈ കവറില്? പിന്നെ ആ സീക്രട്ടാ പറയൂല. എവിടേക്കാ? ഭക്ഷണം കഴിച്ചോ? ശരി.
ഡാ എന്താ എന്താ ഒരു കള്ളത്തരം? കള്ളത്തരം? എന്ത് കള്ളത്തരം? ഒന്നുമില്ല. ഒന്നുമില്ല. എന്നാ ഓക്കെ. എടാ പിന്നെ അച്ഛൻ ഇന്നലെയും ചോദിച്ചു എന്താ ഉദ്ദേശമെന്ന്. ആരുടെ? എടാ നമ്മുടെ കാര്യം. എനിക്ക് വയ്യനി പിടിച്ചേക്കാൻ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ജോലിയൊക്കെ ആയില്ലേ. എടാ പിടിച്ചു നിൽക്കുന്നതിനൊക്കെ പരിധി ഉണ്ട് കേട്ടോ. നീ വല്ലതും കേൾക്കുന്നുണ്ടോ? കേട്ടു. എടാ എനിക്കിവിടെ ജോലി സെറ്റായി പിന്നെ എല്ലാം ഓക്കെ അല്ലേ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. വിശക്കുന്നോ? അതെങ്ങനെയാ? എനിക്ക് തന്നെ ഉച്ചക്കല്ലേ. എൻ്റെ ബാഗിലേ കുറച്ച് സ്നാക്സ് ഉണ്ട്. നമുക്ക് അതും കൂട്ടി ഷേക്ക് അടിക്കാം. ചുരിദാറ് ഇത് എത്ര തവണ ഇട്ടിട്ടുണ്ട്? ആണോ? അതിന് നീ എവിടെ നോക്കാനാ? മര്യാദക്കൊക്കെ നോക്കണം. എനിക്ക് ഈ താടിയൊക്കെ പഠിച്ചൂടെ? താടി അവിടെ ഇരുന്നോട്ടെ. പല്ല് തേച്ചായിരുന്നോ? അയ്യേ ചെല്ല് ചെല്ല് ചെല്ല്. പോയി പല്ല് തേച്ചിട്ട് വാ. പല്ലേക്കാം. ചെല്ലടാ ചെല്ല്. പല്ലേക്കാം. നീ പോ. കിടക്കുന്നു. എണീക്കടാ. പോവാം. പോയി പല്ല് തേച്ചിട്ട് വാ വേഗം. പല്ല് തേച്ച് വരുമ്പോഴേക്കും ഷേക്ക് റെഡി. പോയിട്ട് വേഗം വന്നാ ഒരു സംഭവം തരാം. എന്നാ വേഗം പോയി കുളിച്ചിട്ട് വരാം. ഹലോ ഹലോ, എവിടെയാ? ഞാൻ പുറത്താ, പറഞ്ഞോ. ഞാൻ ദൃശ്യയിൽ അവിടെ പോയിട്ട് വരാം. ശരി, ഞാനേ ടീ ഷോപ്പിന് അങ്ങോട്ട് വരാം, നീ അവിടെ ഇരുന്നു. ഓക്കെ.
ചേട്ടാ 2 ചായ. ചേട്ടാ 2 ലൈറ്റ്സ്. എവിടേക്കാ പുതിയ ഷർട്ടൊക്കെ ഇട്ട്? ഉം. പുതിയ ഷർട്ടൊക്കെ ഇട്ട് എങ്ങോട്ടാണ്? കലേഷിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ അതിന് പോകാനായിട്ട് ഇറങ്ങിയ. കൊള്ളാം. കൊള്ളാം. നീ എവിടെ പോയതാ? ദൃശ്യനവിടെ. ദൃശ്യനവിടെ. ആ കഴിഞ്ഞില്ലേ പ്രോജക്റ്റ്? എവിടെ? എനിക്ക് വരയ്ക്കാൻ അറിയില്ല, നിനക്കറിയാലോ. അവയ്ക്ക് എന്നെ വരയ്ക്കാൻ അറിയാലോ. നല്ലതാ. ചായ കുടിക്ക്. വല്ലതും കഴിച്ചോ? കഴിച്ചില്ലടാ, വിശക്കുന്നുണ്ട്. എന്നാ വല്ലതും കഴിക്കാം. വേണ്ട. ഹോസ്റ്റലിൽ ഫുഡ് എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൈസ കൊടുക്കുന്ന പോലെ അല്ലേ. ജെസ്സിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തു വെക്കാൻ. ചായ കുടി. അവിടെ ഞാൻ പൈസ കൊടുത്തിട്ട് വരും. പറയട്ടെ. ആ പോ. കഴുത്തിലും തെറ്റി. കഴുത്തിൽ തെറ്റി. അത് ലിപ്സ്റ്റിക്കാ. പോ. പോ. ഇറങ്ങട്ടെ. പോട്ടെ. നീ എവിടെ പോയെന്നാ പറഞ്ഞേ? ദൃശ്യാണ് ഇവിടെ. എന്താ പറ്റി? ഒന്നുമില്ല. പോട്ടെ. സത്യം പറഞ്ഞ ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആർക്ക്? നിനക്കാ ടെൻഷൻ? നീ പറ. എന്നിട്ടുണ്ടല്ലോ ചേട്ടൻ എനിക്കിങ്ങനെ അടുത്തേക്ക് വന്നിട്ടേ. കല്യാണ പെണ്ണ് എത്തിയോ? ഒന്നും മീനിങ് ഉണ്ടല്ലോ. ഓടി അവിടുന്ന്. രതീഷേട്ടൻ സീനാണോ മോളെ? വിഷയവാ. ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ടടി. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്ത് അങ്ങ് വരുമായിരുന്നു. അപ്പോഴാണ് പണ്ടാർ എക്സാം എന്ന് പറഞ്ഞ ഇവിടുന്ന് കോളും വന്നു. ഇനി എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പൊളിക്കാൻ. നല്ലതാ. നീ ഇപ്പൊ എവിടുന്ന കയറി വന്നേ? ആ ഫ്ലോ അങ്ങ് പോയി. നീ ഇവിടെ എങ്ങനെ വന്നിരിക്കും? കഥ തുടങ്ങിയിട്ടുള്ളൂ. ഞാനില്ല, നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ഫ്രഷ് ആവട്ടെ. എന്നിട്ടുണ്ടല്ലോ അതെ, ഞാൻ ഫുള്ളൊന്നും പറയില്ല കേട്ടോ. അതെന്ത് പരിപാടിയാ? എനിക്ക് ഇത്രയൊക്കെ നീ പറയാം. ഇങ്ങനെ ആക്രാന്തം കാണിക്കല ശാസിയെ. അവള് കഥ പറയും, നീ പറ. എന്നിട്ടുണ്ടല്ലോ ചേട്ടൻ എനിക്കിങ്ങനെ അടുത്തേക്ക് വന്നിട്ടില്ലേ, എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കഴുത്തിൽ കുറെ ഉമ്മ വന്ന്. അയ്യോ എനിക്ക് എന്തുപോലെ ഭയങ്കര വെയിലായിരുന്നേ. അതെനിക്ക് എന്നെ പറഞ്ഞാലോ എന്നറിയില്ല. എന്നിട്ട് ഏട്ടൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാനും ഏട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്
ഒന്നിങ്ങ വന്നേ. ഈ ഗ്യാസ് കുറ്റി ഒന്ന് വീട്ടിൽ കൊണ്ടുവച്ചോടാ. ഇത് ഞാൻ നിന്റെ വീട് വരെ പറ്റില്ല. എന്താടാ ഞാനിത് വലിച്ചിട്ട് അനങ്ങുന്ന പോലില്ല, അതുകൊണ്ടല്ലേ. പ്ലീസ്. നീ എന്താ ഗ്യാസാരോട് പറയാഞ്ഞേ? എന്താടാ പിന്നെ നീ എന്ത് ക്രൂരനാടാ, നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? നിന്നെ എപ്പോൾ കണ്ടാലും എനിക്ക് ഇതാണല്ലോ അവസ്ഥ. എടാ വെയിറ്റ് ഒന്നുമില്ലടാ, പെട്ടെന്ന് തീരും, ഭാരമില്ല. ഹായ് എടോ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഇത് കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട്. കുക്ക് ചെയ്യാൻ പ്ലീസ്. നീ പറഞ്ഞോണ്ടല്ല, എന്റെ ഫ്രണ്ട് പറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ എനിക്കറിയാം അബിൻ സഹായിക്കുമെന്ന്. പിടിക്ക്. ഏറ്റൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും അബിൻ ഇങ്ങനെയൊക്കെ തന്നെയാ, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാ. നാട്ടുകാർക്ക് അത്ര വലിയ പിടിയില്ലെങ്കിലും സീനില്ല, ഇടക്കൊക്കെ ഇങ്ങനെ ഹെൽപ്പിനൊക്കെ വിളിച്ചു തന്നെ വരും കേട്ടോ. അല്ലടാ നീ എന്റെ ഫിഷ് ടാങ്ക് കണ്ടില്ലേ? ആ അത് പൊട്ടിയ സമയത്ത് ഇവനാ വന്നത്. വേറെ ആരെയും വിളിച്ചിട്ട് വന്നില്ല, പക്ഷെ ഇവൻ ഓടി വന്നു. സഹായിക്കാൻ മനസ്സുള്ള ഒരുത്തനാ. എടാ ഞാൻ നിനക്കേ മാഗി ഉണ്ടാക്കി തരാം. മാഗി കഴിക്കില്ലേ? കാര്യം കുറച്ച് തല്ലിപ്പൊളിയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനത്തിനെ കുറിച്ച് വരും കേട്ടോ. ഞാൻ നിനക്ക് മാഗി ഉണ്ടാക്കി തരാം. ബാ തുറക്ക്. ഒന്ന് പിടിച്ചേ. ഇതാര് ഫിറ്റ് ചെയ്യും? നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. നീ കത്തിക്കാതിരിക്കേ, എനിക്കറിയണ്ട. ബൈ. എടാ അഭിനെ എനിക്ക് അറിയാത്തോണ്ടല്ലേടാ, ഒന്ന് ഫിറ്റ് ചെയ്താടാ. എടോ അവൾക്ക് അറിയാത്തോണ്ടല്ലേ ഒന്ന് ഫിറ്റ് ചെയ്തതാ. തനിക്കറിയോ? എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാ. ഓഹോ. കത്തിച്ചിട്ടുണ്ട്. ഓ അഭിനില്ലായിരുന്നെങ്കിലോ? മതി. എടോ താങ്ക്സ്. ശരി ബൈ. ആ ഡാ ഇത് ഗീതു. ഇവളെ എൻ്റെ കൂടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇവള് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഹായ്. എബിൻ ക്ലാസ്സും കോഴ്സൊക്കെ കഴിഞ്ഞു, കഷ്ടാലത്തുള്ള ലൈബ്രറാ. ഇടയ്ക്ക് അമ്മിക്കല്ല് പൊക്കാനും ഗ്യാസ് കുറ്റി പൊക്കാനൊക്കെ വിളിക്കും. ബൈ ദെൻ. ആ ബൈ. എനിക്കൊരു കാര്യം പറയണ്ട്. എടാ എനിക്കൊരു കാര്യം പറയണ്ടെന്ന്. ആ പറയടാ. എനിക്കൊരു കാര്യം പറയണ്ടെന്ന്. ആരോടാ? എന്നോടാന്നോ അവനോടാന്നോ? മച്ചാനെ രണ്ടുപേരോടാ പറയുന്നേ, ഒന്ന് ശ്രദ്ധിക്ക്. നീ പറയടാ. മച്ചാനെ നീ പറഞ്ഞോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എടാ നീ അതേ തൊലിഞ്ഞ സാമാനം ഇട്ട് എനിക്ക് നിർത്ത്. തൊലിഞ്ഞ സാമാനോ? മച്ചാനെ സ്പാൻഡർ തപ്പിയതാ. സീരിയസ് ആണെന്ന് പറഞ്ഞില്ലേ, നീങ്ങി വാ പറടാ, എന്തോ നിന്റെ പ്രശ്നം? മച്ചാനെ അവൾക്ക് വേറെ ആരും ഉണ്ട് മച്ചാനെ. അവളോ? ഏതവള്? നീ ഇതാരെ കുറിച്ചായി പറയുന്നത്? ഗീതുവിനെ കുറിച്ചോ? വേറെ ഏത് പെണ്ണാണ് എനിക്കുള്ളത്? എടാ കാര്യത്തിലാണോ? പോടാ. അവളോ? നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല മച്ചാനെ. രാവിലെ അവൾ കാണാൻ വിളിച്ചിട്ട് ഞാൻ ചെന്നതാ. ചെന്ന് കണ്ടൊരു ചായയൊക്കെ കുടിച്ച് ഒരു സിഗൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അവൾക്ക് ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുവിടാൻ നേരത്താ അവളുടെ കഴുത്തിലൊരു
പാട്. പാടോ? അത് വല്ല ആട്ടാമ്പുഴ പാട്ടിയായിരിക്കും. എൻ്റെ പൊന്ന് കലേശ, കോമഡി മൂഞ്ചാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. നീ പറ. എനിക്കറിയത്തില്ല മച്ചാനെ. കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ടൊരു ലവ് ബൈറ്റ് പോലെ കട്ടിക്ക്. ലവ് ബൈറ്റ്? അതെന്തുവാ? എടാ അത് ഈ ഉമ്മയൊക്കെ വെക്കുമ്പോൾ. ആ, എന്നിട്ട് നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു മച്ചാനെ, പക്ഷെ അവള് ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞ് നൈസായിട്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മച്ചാനെ. അവള് നീ വിഷമിക്കാതെ അവളോടങ്ങ് ചോദിച്ചാ പോരെ ആരാ എന്തുവാ. നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഇവനും പോലും അറിയാതെ ലവ് ബൈറ്റ് വരെ എത്തിയ ഒരു റിലേഷൻഷിപ്പ് അവൾക്കുണ്ടെങ്കിൽ അവൾ ഇനി ഇത് ഇവനോട് പറയുമോ? ഇല്ല. അവൾ തന്നെ നമ്മുടെ അടുത്ത് വന്ന് എല്ലാം പറയും, അതും ചോദിക്കാതെ തന്നെ. മച്ചാനെ നീ നോക്ക്, അവളുടെ കളി എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. എടാ പോടാ. ഇല്ല. ഏയ് പിന്നെ പറയാം. നീ എപ്പോ വരും? ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല അമ്മ. അറിയാം. ഹോസ്റ്റലിൽ നോക്കിയിട്ടുണ്ട്, ഡെപ്പോസിറ്റ് കൊടുക്കണം. 2 ദിവസത്തിനുള്ളിൽ ഞാൻ വിളിക്കാം അമ്മ. ഹായ്. എടാ ഞാൻ വിളിക്കാം. ഗീതു, വീണയുടെ ഫ്രണ്ട്. അതെ, വീണ പുറത്തു പോയേക്കാം. ഇവിടെ എന്താ പരിപാടി? ഞാൻ ആക്ച്വലി ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇപ്പോൾ PG നോക്കിക്കൊണ്ടിരിക്കുക. അതുവരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്താ പരിപാടി? അച്ഛനമ്മയൊക്കെ നാട്ടിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക് ചില്ലിങ്. ഓക്കെ. ഒളിച്ചിരുന്ന ബീറടിയാണോ? ബീറടിക്കാന്മാരിൽ ഒളിച്ചിരിക്കുമോ? ഞാനിവിടുന്ന് സ്ഥിരം അടിക്കാറ്. വേണം? വേണ്ട. കഴിച്ചോ? കുഴപ്പമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. താൻ കഴിച്ചു? ഇവിടെ സീനൊന്നുമില്ലേ? കഴിക്കാല്ലേ? എടാ അതിപ്പോൾ പറയാൻ പറ്റില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറയാം, നീ ഇങ്ങോട്ട് വാ. ഹലോ, എപ്പോൾ വരും? എന്നെ പരിപാടിയാണ് കാണിച്ചേ? ഞാൻ ഒറ്റവലിയാ. താനത് മൊത്തം കുടിച്ചു. സോറി. ഈ സിഗരറ്റാണോ വലിക്കുന്നത്? അതിൻ്റെ ഫ്രണ്ട് തന്നാ. ഓ, വലിക്കൂ. ഓ, റിങ്ങൊക്കെ പ്രോയാണല്ലോ. തന്നെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയെന്നറിയോ? ഇല്ല. എന്താ? Wow, you are so attractive. നമ്മൾ ഇന്നലെ കണ്ടതേ ഉള്ളൂ. ശരി, അപ്പോൾ കാണാം.
പോയോ? ചെറുതായിട്ട്. ഞാൻ പോട്ടെ, സമയായി. പോട്ടെ. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഇതാരുടെയാടാ ഏറ്റിഎം കാർഡ്? ഗീതു സുരേന്ദ്രൻ. എടാ ഏറ്റിഎം കാർഡ് ആരുടെയാ? ഏത് ATM കാർഡ്? ആരാ ഈ ഗീതു? എടാ ഈ ഗീതു സുരേന്ദ്രൻ ആരാന്ന്? എടി, എന്റെ ATM കാർഡ് കളഞ്ഞു പോയപ്പോഴേ എന്റെ ഫ്രണ്ടിനെ മേടിച്ചതാ. വീണ്ടും കൊണ്ട് കളഞ്ഞല്ലേ? ഇത് എത്രാമത്തെയാടാ? ആ, പോയിട്ട് കുറേ ഞാൻ കാണുമ്പോ കൊടുത്തോളാം. ഒരു സാധനം സൂക്ഷിക്കത്തില്ല, എപ്പോഴും വേറെ അങ്ങെടുത്താ മതിയല്ലോ. നീ അതോടെ വെച്ചേക്ക്, ഞാൻ കാണുമ്പോ കൊടുത്തോളാം. അല്ല, ഏതായി ഞാൻ അറിയാത്ത ഫ്രണ്ട്? എന്റെ എല്ലാ ഫ്രണ്ട്സും നിനക്കറിയോ? അല്ല, നീ ഏറ്റിഎം കാർഡ് എവിടെ കൊണ്ട് കളഞ്ഞു എന്നാ പറഞ്ഞേ? കഴിഞ്ഞ ആഴ്ചേ സൂപ്പർ മാർക്കറ്റിൽ പോയി വരുമ്പോ കളഞ്ഞു പോയതാ. നീ അതോടെ വെച്ചേക്ക്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. പുറത്താരെങ്കിലും ഉണ്ടോ? നോക്ക്, ആ സൈഡിലൊന്നും ആരുമില്ല. എല്ലായിടത്തും നോക്ക്. കേറ്, നൈസായിട്ട് കയറുക. താൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ആരുമില്ലല്ലോ. ഇവിടെ ആരുമില്ല, കേറിക്കോ. എബിനെ, എന്നെ കോപ്പ എബിനെ കാണിക്കുന്നേ? എടി, ഞാനൊരു തമാശക്ക്. തമാശ? നിനക്കെല്ലാം തമാശയാണല്ലോ. എന്താ കഴിഞ്ഞ ദിവസത്തെ പരാക്രമത്തിൽ നീ എന്തുവാണ് എന്റെ കഴുത്തി കാണിച്ചു വെച്ചേക്കുന്നേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടതാ?
ഞാനെന്ത് കാണിച്ചു? ഞാനത് കണ്ടില്ല. നീ കണ്ടില്ല, കാണേണ്ടവർ കണ്ടിട്ടുണ്ട്. ആര്? എടാ ടോണി കണ്ടു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ ഐസായിട്ട് ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവൻ വിശ്വസിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. പിന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് മിസ്സാണ്. കഴിഞ്ഞ ദിവസം അർഷോടെ വന്നപ്പോൾ നിന്റെ ATM കാർഡ് അവൾക്ക് കിട്ടി. പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എൻ്റെ ATM കാർഡ് കളഞ്ഞു പോയെന്നും എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വാങ്ങിയതെന്നൊക്കെ പറഞ്ഞു. അവള് വിശ്വസിച്ചു. സത്യം. എനിക്കറിയാവളെ. നീ വല്ല ബലിയിടാനും പോവാന്നോ? കുറേ നേരമല്ലേ ചോറ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിക്കുന്നില്ലേ? വേണ്ട മച്ചാനെ, ഒരു വിശപ്പില്ല, ഇറങ്ങുന്നില്ല. മച്ചാൻ്റെ സീൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. മച്ചാൻ എന്താ കഴിക്കാതിരിക്കുന്നതെന്നും അറിയാം. പിന്നെന്തിനാ മച്ചാനെ വിശപ്പില്ലെന്നുള്ള ഡയലോഗൊക്കെ? കഴിക്കുക മച്ചാനെ. മച്ചാനെ, മറ്റേ 5 ഏക്കറിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വൈകിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞ് നമുക്ക് പോയിന്ന് കാണാം. 5 ഏക്കറോ? ചുമ്മാ ടെക്നിക്ക് അവൻ 5 ഏക്കർ. നീ വല്ല വിശ്വസിക്കുന്ന വല്ല കള്ളവും പറയണം. അളിയ, നീ ആരെക്കുറിച്ച് ഓർത്താ വിഷമിച്ചിരിക്കുന്നത് എനിക്കറിയാം. അവളിപ്പോൾ അവൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും. പിന്നെ നീ എന്തിനാ ഈ വിഷമിച്ചിരിക്കുന്നു? അതെ, നിനക്ക് ചോദിക്കണോ? നമുക്ക് പോയി ചോദിക്കാം. ഇന്ന് പോണോ? ഇപ്പം പോണോ? മച്ചാനെ, നമ്മൾ ഈ ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഹൃദയം, അത് നമ്മൾ താഴോട്ട് ഇറക്കി വെച്ച് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്തെങ്കിലും ഇതൊന്ന് കാണിച്ചാൽ അത് നമുക്കറിയാൻ പറ്റും, നമുക്കത് ഫീൽ ചെയ്യും. മച്ചാനെ, അവൾ തന്നെ പറയും. മച്ചാനെ, അവൾ തന്നെ നമ്മളോടെല്ലാം പറയും. അതുവരെ വെയിറ്റ് ചെയ്യും. അതുവരെ മച്ചാനെ, എനിക്ക് വിശക്കുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇത് കഴിച്ചിട്ട് പോടാ. വേണ്ട, ഒരു സുഖമില്ല, അതാ. നിങ്ങളേരി എന്താടാ ഇത്? പറ. കഴിഞ്ഞോ നിന്റെ ബാംഗ്ലൂരിൽ അവിടെ ഇരിപ്പ്? ഇല്ലടാ, ജസ്റ്റ് 2 days.
ഒരു ചിക്കനെ കൂട്ടാൻ വന്നാണ്. അത് കഴിഞ്ഞ് ഉടനെ ഞാൻ പോകും. എടാ എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എടാ എന്താ നിന്റെ പ്രശ്നം? ഏതാ മറ്റേ കൊച്ചാണോ? കൊച്ചല്ല, ഗീതു. അതെന്തെങ്കിലും ആവട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? എടാ എനിക്കറിയില്ല, ഒരു പ്രത്യേക വൈബാ. നിനക്കറിയാലോ എനിക്ക് അർഷനെ എത്ര ഇഷ്ടമാണ്. അവളെ കളഞ്ഞിട്ട് വേറൊരു പെണ്ണിൻ്റെ പുറകെ പോകാൻ ഞാൻ ചിന്തിച്ചിട്ടും കൂടിയില്ല. പക്ഷെ ഇത് വേറൊരു വൈബാ. കളി വൈബാണോ? അതൊന്നും അല്ല. എടാ ഇത്രയും കാലം ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത എന്തോ ഒന്ന് അവളുണ്ട്. സംതിങ് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ us. ഐ നോ ദാറ്റ്. എന്നോട് പറഞ്ഞോ? അവളാണ് എന്നോട് പറഞ്ഞത്. എടാ വല്ല നീയല്ലേ പറഞ്ഞ നിങ്ങൾ തമ്മിൽ ആകെ 2 മണിയെ കണ്ടിട്ടുള്ളൂ. എടാ അതിനാണ് ഈ ഇൻസ്റ്റാഗ്രാം. നീ ചാറ്റ് നോക്കിയേ, കണ്ട? എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. അത് മനസ്സിലായി. എടാ പക്ഷെ ആർഷ അവളൊരു പാവലടാ. അപ്പൊ ഞാൻ പാവല്ലേ? ഓ, നീ കമ്മിറ്റഡ് എന്നുള്ള കാര്യം ഒക്കെ അറിയോ? ഞാനിത് പറയാനും ചോദിക്കാനൊന്നും പോയില്ല. ഞങ്ങനെ മൂഞ്ചിൽ കിട്ടിയാലോ? ഇപ്പൊ അറ്റ്ലീസ്റ്റ് റിപ്ലൈ എനിക്ക് തരുന്നുണ്ട്. ഇനിയിപ്പോ നാളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാം. നാളെയോ? നാളെ ഞാൻ അവളും കൂടെ പുറത്തെവിടെയും വെച്ച് ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ലതാ. ഇവനെ ഞാൻ ഒരു കാര്യം പറയാം. പണ്ട് പ്രേമിച്ചിരുന്ന സമയത്തും ലൈൻ അടിച്ചിരുന്ന സമയത്തും ഇതേ ഫീലിങ്സ് എനിക്കും വന്നിട്ടുണ്ട്. അത് സ്വാഭാവികം. പക്ഷേ നിന്റെ റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുവാണ്, നാളെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ച് പിടിക്കപ്പെട്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ ആർഷ എങ്ങാനും ഇത് അറിഞ്ഞാൽ അവളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അവളെന്തായാലും നിന്നെ ഇട്ടിട്ട് പോകും. പിന്നെ ജീവിതകാലം മുഴുവൻ നീ തോർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. നെഗറ്റീവ് ആയല്ലോ. ഈ നെഗറ്റീവ് പറയാനോ നീ ബാംഗ്ലൂരിൽ കെട്ടിയെടുത്ത? I'm just telling the fact, man. എനിവേ, നീ അപ്പോൾ നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. എന്നാ ഞാൻ പൊക്കോട്ടെ? നീ എവിടെ പോവാ? 2 ദിവസം കണ്ടു പോവാ. എടാ നടക്കൂല അളിയ, 8 മണിയാകുമ്പോൾ വരും. ഞാൻ നിന്നെ പോലെ അല്ലടാ, സിംഗിൾ അല്ലേ. അപ്പൊ ലെറ്റ് മീ ലീവ് മാൻ. ബൈ. വിധി ഉണ്ടെങ്കിലേ വീണ്ടും കാണാം. ഡോ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാർക്കിങ്ങിൽ വണ്ടി വെക്കരുതെന്ന്? അതിന് താനാരാ? ഞാനാരാണെന്ന് എനിക്കറിയാൻ പാടില്ലേ? താനാരാ? ഞാൻ ഈ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണോ? താൻ അസോസിയേഷൻ പ്രസിഡന്റ് അല്ലേ, അല്ലാണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നല്ലല്ലോ. ഓട്ടെ. ആരാ ഇതെന്താ ഈ കോലത്തില്? നിന്റെ വീട്ടുകാരെ പോലും നിന്നെ കോൺസെപ്റ്റ് തിരിച്ചറിയില്ല. പിന്നെ നാട്ടുകാരാണ്. അമ്മയോട് പോകാൻ പറ, നമ്മൾക്ക് പണിയൊന്നുമില്ല. കേറ് കേറ് കേറടോ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോന്ന്? ഇല്ല. കൊള്ളാം, നല്ല രസമുണ്ട്.
താനിതെങ്ങനെ നോക്കുന്നേ? താനും നോക്കുന്നുണ്ടല്ലോ. നമുക്കൊരു സെൽഫി എടുത്താലോ? നമുക്കിത് വേണ്ട. എന്ത് പറ്റി? ഞാനങ്ങനെ എൻ്റെ മൂമെന്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാറില്ല. സോ ഇത് വേണ്ട. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ തന്നെ അങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. എപ്പോഴും എന്തിനാ കാണുന്നത്? തന്നെ കണ്ടപ്പം തന്നെ എനിക്കൊരു കണക്ഷൻ കിട്ടിയിരുന്നു. തനിക്കത് കിട്ടിയോ എന്നെനിക്കറിയില്ല. എനിക്ക് തൻ്റെ ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നുക. ഞാൻ എൻ്റെ ആരാവെന്നോ എന്താവെന്നോ എനിക്കറിയില്ല. എനിക്കതറിയും വേണ്ട. ഞാൻ കമ്മിറ്റഡാണ്. ഞാനും. ഡീ, നീ ഇതെന്തേ ചെയ്യുന്നേ? ഞാനിനി എന്തോ ചെയ്യാനാ? നീ കസ്റ്റമർ കെയർ വിളിച്ചായിരുന്നോ? നൈറ്റ് കോളിംഗ് ഒക്കെ ഉണ്ടടി. അവൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോണ്ട് ലാസ്റ്റ് 2 digits എങ്കിലും കിട്ടി. 32. പക്ഷെ അതും വെച്ച് എന്ത് ചെയ്യാനാ? ഇവിടെ ഫുൾ നെയിം കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല. അതല്ല, ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊന്നും ഇല്ലാത്ത പെണ്ണോ? അതായി മനസ്സിലാവാത്ത. ഇനി വേറെ പേരാണെങ്കിലോ? ചാൻസ് ഉണ്ട്. വല്ല ക്യൂട്ടി പയ്യെന്നുള്ളതൊക്കെ ആയിരിക്കും. നമ്മളിവിടെ തല പോകഞ്ഞ് ആലോചിക്കുന്ന സമയത്തില്ലേ, അവിടെ അവളുടെ കൂടെ കിടന്ന് പൊളിക്കായിരിക്കും. അവൻ ബിസിയാണ്. അവൻ ബിസിയാ. ഇനി നിനക്കറിയോ, ഇടയ്ക്കൊക്കെ നൈറ്റ് ബിസി ആയിരിക്കും. എന്നിട്ടും ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഇതെങ്ങനാടി നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്നോടിങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? ലുക്ക്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. നീ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടൊരു കാര്യമില്ല. നിനക്കറിയോ, ഞാനും അവനും കൂടെ പുറത്തു പോകുമ്പോൾ അവൻ വേറൊരു പെണ്ണിനെ വായി നോക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമാണെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ എപ്പോ തൊട്ടാ? ആദ്യം തൊട്ടേ ചതിക്കുമായിരുന്നോ? അതോ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും
നീ ഇങ്ങനെ വിഷമിച്ചിട്ടൊരു കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അവനെന്റെ സ്നേഹം പോരാന്ന് തോന്നിക്കാണുമോ? കാം ഡൗൺ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ ഹലോ, നീ എവിടെയാ? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്കെന്താ വയ്യേ? വയ്യ, പനിയാ. പനിയോ? എപ്പോ തൊട്ട്? നീ ഇപ്പൊ എവിടെയാ? ഹോസ്പിറ്റലിൽ പോയോ നീ? ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല വേണ്ട, ഇവിടെ വീട്ടുകാരൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലാ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. എന്തായാലും ഹോസ്പിറ്റലിൽ ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും. ശരി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി. ഇനി ഇതെന്റെ തോന്നലാണോ, അതോ അവൻ ശരിക്കും ചതിക്കുവാണോ? ഇനി ഇതവന്റെ അഭിനയമാണെങ്കിൽ ഞാൻ അവനൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. എന്ത് പറ്റി? ഉറങ്ങില്ലേ? ഇന്നലെ നെറ്റ്ഫ്ലിക്സ് കണ്ടിരുന്നു. ഞാൻ അറിഞ്ഞോ നീ രാവിലെ തന്നെ വന്ന് വിളിച്ചുണർത്തുന്നു? നമ്മുടെ വണ്ടി എന്തേ? അത് ചെറിയൊരു എഞ്ചിൻ പണി, വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കും, നാളെ കിട്ടും. എന്തായാലും കൊള്ളാം. കുറേ ആയില്ലേ നമ്മൾ ബസ്സിൽ പോയിട്ട്? പറയുന്നത് കേൾക്ക്. കണ്ടല്ലേ, ഇവിടെ ആരും ഉണ്ടായില്ല. ഞാനല്ലേ പറഞ്ഞ നീ വാ. ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. എന്നെ ടോണി വിളിക്കുന്നുണ്ട്. നീ ഇതൊക്കെ ഞാൻ വിളിക്കാം. ഇത് പറഞ്ഞിട്ട് പൊക്കിട്ട് പറഞ്ഞിട്ട് പൊക്കോ, നേരിട്ട് സംസാരിക്കാം. ഞാൻ വരാം. സൺഡേ നീ അങ്ങനെ കാണാൻ വരുന്നല്ലോ, ഇതിപ്പോ എന്തു പറ്റി? ഈ സിഗരറ്റും തീർന്നോട്ടെ, അടുത്ത റൗണ്ട് പോവാം. അടുത്ത റൗണ്ടോ? ഇന്ന് ഇത്ര മതി, എനിക്ക് പോണം. എനിക്ക് നിന്റെ അടുത്തല്ലേടി ചോദിക്കാൻ പറ്റൂ.
ആദ്യമായിട്ട് കിസ് ചോദിച്ചപ്പോഴും നീ തന്നെ പറഞ്ഞ. അയ്യോ സമയം എന്തായി? 9 മണി ആവാറായി. ഞാൻ ഇറങ്ങുവോ? നീ എവിടെ പോവാ? തൃശ്ശിയുടെ അവിടെ. പ്രൊജക്ടിൻ്റെ കേസ് ഞാനോട് പറഞ്ഞില്ലായിരുന്നോ? നീ മറന്നോ? അപ്പോൾ അടുത്ത റൗണ്ടോ? അടുത്ത റൗണ്ടോ? എനിക്ക് പോണം, അതുകൊണ്ടല്ലേ. നീ സാറ്റിസ്ഫൈഡ് അല്ലേ? അതെന്താ അങ്ങനൊരു ചോദ്യം? പറ, നീ സാറ്റിസ്ഫൈഡ് അല്ലേ? ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? വെറുതെ വെച്ചേ. നീ ഇപ്പോൾ പോണ്ട. പ്രൊജക്റ്റ് നാളെ ആയിരുന്നാലും ചെയ്യാമല്ലോ. ദൃശ്യ വിളിച്ച് പറഞ്ഞേക്ക്. എടാ നാളെ ലാസ്റ്റ് ഡേറ്റ്, അതുകൊണ്ടല്ലേ. എന്നാൽ ദൃശ്യോട് ഇങ്ങോട്ട് വരാൻ പറ. പ്രൊജക്റ്റ് ഇവിടെ ഇരുന്നായിരുന്നാലും ചെയ്യാമല്ലോ. അതുവരെ നമുക്ക് എന്തെങ്കിലും മിട്ടിയും പറഞ്ഞിരിക്കാം. ആ ബെസ്റ്റ്. അവൾക്ക് വണ്ടി പോലും ഓടിക്കാൻ അറിയില്ല. അതുമാത്രമല്ല ഇതെൻ്റെ പ്രൊജക്റ്റല്ലേ. അവൾ എങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ? ഇതാ പറഞ്ഞ എനിക്ക് പോണം. ശരി, എവിടെ വിടണ്ടേ? നിന്നെ എവിടെ വിടണ്ടേന്ന്? ബസ് സ്റ്റോപ്പ് കിട്ടാൽ മതി. ശരി, റെഡിയാവും. ആടാ, എവിടെയാ? അവളിപ്പോൾ അങ്ങോട്ട് വരും. നിങ്ങളങ്ങോട്ട് മാറിയെന്നോ? ആ വരുമോ? ശരി. എവിടായിരുന്നു? ആ വിട്ടോ.
മച്ചാനെ ഈ ഏരിയ കണ്ടിട്ട് കുറച്ച് സീനാന്ന് തോന്നുന്നല്ലോ. എന്ത് സീനാടാ, നമ്മളതിനേക്കാൾ വലിയ സീനല്ലേ. മച്ചാനെ അവള് വരുമോ? അവള് വരും. അതെന്തോന്ന് നിനക്ക് ഇത്ര ഉറപ്പ്? അവളെ ബസ് സീറ്റ് വിട്ട ഞാനായുണ്ട്. 10 മണിയായി. മച്ചാൻ്റെ പ്ലാൻ എന്തുവാ? ഇവിടെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എനിക്ക് അവളിവിടെ വരുന്നത് എൻ്റെ കൺമുമ്പിലൊന്ന് കാണണം, അത്രേ ഉള്ളൂ. എന്നിട്ടൊന്നുമില്ല, കണ്ടൊന്ന് വിശ്വസിക്കണം, അത്ര. അവള് വന്നു? അതല്ല, ഇവിടല്ലേ നമ്മുടെ മറ്റേ രാജേഷിൻ്റെ വീട്. രാജേഷ്? എടാ കീടത്തിൻ്റെ കൂടെ നമ്മളവിടെ കവട്ട അടിക്കാൻ പറ്റത്തില്ലായിരുന്നു. എടാ രാജേഷ്, കവട്ട രാജേഷ്. ഓ ആ കവട്ട രാജേഷ്. ആ, ഇടയ്ക്ക് വർക്ക്ഷോപ്പിൽ വന്ന് ജോലിക്കുന്നേ. എടാ മറ്റേ മിറ്റ്സുബിഷിയുടെ എഞ്ചിൻ അടിച്ചോണ്ട് അവൻ്റെ കാര്യം. അവൻ തന്നെ. ഓ അവനോ? നമുക്ക് അവനെ വിളിച്ചാലോ? എന്തിന്? പുറത്ത് ഭയങ്കര ചൂടൊക്കെ അല്ലേ, നമുക്ക് അവൻ്റെ വീട്ടിൽ കയറി ഒരു വെള്ളമൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ടോട്ടിരിക്കാം. നീ ഒന്ന് മച്ചാനെ, ഒന്നാമതേ അവൻ ഈ കാര്യത്തിൽ സീനായിട്ടിരിക്കുക. നമ്മളല്ലേ ഇവൻ്റെ ഫ്രണ്ട്സ്, നമ്മളല്ലേ ഇവൻ്റെ കൂടെ കട്ടക്ക് വയ്ക്കണ്ടേ? അപ്പോൾ കട്ടക്ക് നിൽക്കാം കേട്ടോ. ആ കട്ടക്ക് വയ്ക്കുമല്ലേ, വേണേ 2 വട്ടം കൂടെ കൂട്ടാം. കട്ടയും വേണ്ട, ഒരു പഴവും വേണ്ട, നീ അവിടെ കാണാൻ പോയി നിൽക്കി. സമയം എന്ത്? 10 മണി കഴിഞ്ഞ്. നീ ഒന്ന് അവളെ വിളിച്ചു നോക്കി. ഹലോ, നീ എവിടെ? ആണോ? ഒന്നുമില്ല, വെറുതെ വിളിച്ച്. ശരി. മച്ചാനെ അവളിവിടെ ഇല്ല. മച്ചാനെ ഇല്ലേ? കൂട്ടുകാരോടെ കണ്ട് പുറത്താണ്. അവള് വരത്തില്ലെന്ന്? അതെന്തുവാ, നീയല്ലേ പറഞ്ഞ അവള് വരുമെന്ന്? അവള് കൂട്ടുകാരോടെ അങ്ങോട്ട് പുറത്ത് പോയിക്കോ. നമുക്ക് പോകാം മച്ചാനെ, ചേട്ടാ. അവളല്ലേ ഗീതു? മച്ചാൻ അവളല്ലേ മച്ചാനെ പോയത്? അവളല്ലേ പോയത്? മച്ചാനെ അവസാന നിമിഷം വരെ അവൾ വരത്തില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. മച്ചാനെ നിങ്ങളാരോടും പറയുന്നതിൻ്റെ അല്ല മച്ചാനെ. പിന്നെന്താ? സീറ്റുണ്ടോടോ? അവൻ്റെ മച്ചാനെ ലൈറ്റർ മിസ്സിങ്, സോറി. മച്ചാനെ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടിയിട്ട് അന്തോടമായിട്ട് നീ അങ്ങനെ ഒരു വർത്താനം ഞങ്ങളെന്തോ ആരണ്ടോ പറയാൻ പോന്നു. അതെ, അതല്ല മച്ചാനെ, ഇതിപ്പോൾ ഒരുമാതിരി ഉത്സവപ്പറമ്പിൽ മുണ്ടഴിഞ്ഞ പോയ സീനായില്ലോ. പോ മച്ചാനെ, പോ. വണ്ടി നിർക്കാവോ? ആ
I think someone is inside. ഇതവളാ. ചിലയിടത്തെ പെരുമാറ്റം കണ്ട കുട്ടികളെക്കാളും കഷ്ടം. അതുകൊണ്ട് പറഞ്ഞു പോകുന്നത്. നീ പറഞ്ഞിട്ട് തോന്നും നിനക്ക് മാത്രമേ പ്രശ്നങ്ങൾ വിഷമമുള്ളൂ. ഇവിടെ ആർഷയ്ക്ക് ഡൗട്ടാ. ചില നേരത്തെ അവളുടെ പെരുമാറ്റം കാണുമ്പോൾ ഹർഷയ്ക്ക് ഇവിടെ ഡൗട്ട് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ കൺഫേം ആണ് അഭിനയ. അവൻ എൻ്റെ ലൈഫിൽ അറിയാത്തൊരൊറ്റ കാര്യമുള്ളൂ, അത് നീയാണ്. ഇത് ശരിയല്ലേ ഇവനെ? ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇത് വേണ്ട. എനിക്ക് വയ്യ റിസ്ക് എടുക്കാൻ. എനിക്ക് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ശ്രമിച്ചാലും പറ്റും തോന്നുന്നുണ്ടോ? നിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ കാണുന്നവർക്ക് ഇതൊക്കെ കഴപ്പായിട്ട് തോന്നും. എനിക്കറിയില്ല അവരിതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. എടാ, എനിക്ക് മനസ്സിലാകും. പക്ഷെ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് വയ്യ അവനെ നഷ്ടപ്പെടുത്താൻ. അപ്പൊ ഞാനോ? ഞാനെന്ത് ചെയ്യും? നീ ഓക്കെ അല്ലേ? എന്ത് പറ്റി? എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേ? ആശ എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേന്ന്? ആർഷ നീ പറയും എന്താ ചെയ്യണ്ടേ? ഞാൻ വിളിച്ച റെസിഡൻസിയുള്ള എല്ലാവരും വരും. എല്ലാം നീ പറയുന്ന പോലെ ചെയ്യാം. പക്ഷെ നീ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തിനാ? ഞാൻ പോവാ. ആർഷ, ഇനി ഞാൻ ഈ ഒക്യുപ്പൻസൊക്കെ എന്താ ചെയ്യണ്ടേ? തിരിച്ച് കളിച്ച് കൊണ്ട് കൊടുത്തേക്ക്. ഇത് കേൾക്കാൻ നിൽക്കണ്ട സീന. കൊടുത്തേക്ക്.
മച്ചാൻ അവൻ ആരാണെന്നൊന്നും എനിക്കറിയണ്ട. എന്നാലും എന്തിനായിരിക്കും മച്ചാനെ അവള് ഇത്ര നാളായിട്ട് അവളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. മച്ചാനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതെ, നിന്റെ വിഷമം നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇതറിഞ്ഞത് എന്തുകൊണ്ടും നന്നായി. ഇപ്പോഴാണ് നിന്റെ കാമുകി വല്ലൻ്റെ കൂടെ പോയെന്നേ പറയത്തുള്ളൂ. എന്നെപ്പോലെ കല്യാണം കഴിഞ്ഞാണെങ്കിലോ അവൻ്റെ ഭാര്യ കണ്ടവരോടെ പോയെന്ന് പറയും. ഇനി 2 പിള്ളേരും കൂടെ ഉണ്ടെങ്കിലോ. മച്ചാനെ ഒന്നാലോചിച്ചത് ശരിയാ. മച്ചാനെ എനിക്ക് തോന്നുന്നില്ല അവൾ ഇത്ര റിസ്ക് എടുത്ത് പോകുന്നത് മറ്റേ പരിപാടിക്ക് വേണ്ടി മാത്രമാണ്. മച്ചാനെ എനിക്ക് അവളെ കാണണം. മച്ചാനെ, ഒരു പെണ്ണിന് വേണ്ടി നീ ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് നമുക്കറിയാം. എന്നാലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു. നോക്കിപ്പോടാ. ഹലോ, എവിടെ? അവിടേക്ക് ഞാൻ കൊണ്ടുവരാം. ഇല്ല, എന്നെ ഒന്ന് ശരി. എനിക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ അല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്ത് കാര്യം? മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് ഞാൻ പറയുന്നതും മനസ്സിലാവില്ല, എന്നെ മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. നീ എന്തോ പറയുന്നേ? പറയുന്നതെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഏതോ എനിക്ക് നിൻ്റെ ഒരു കാര്യം അറിയാം, പക്ഷെ അതെന്താണെന്ന് നിന്നോട് ഞാൻ പറയില്ല. എവിടെയാണ് ഡ്രോപ്പ് ചെയ്യണോ? ഞാൻ പൊക്കോളാം. ശരി. ഹലോ, ഹലോ, അഭിരാമി അല്ലേ? അതെ, ആരാ? അഭിരാമി, ഞാൻ എബിനാണ്, ഹർഷയുടെ. ആ, ഓക്കേ ഓക്കേ, പറയട്ടെ. എന്താ? അഭിരാമി ഇപ്പോൾ ഹോസ്റ്റലിലുണ്ടോ? ഉണ്ടല്ലോ, എന്ത് പറ്റി? അല്ല, ഹർഷ അവിടെ ഉണ്ടോന്ന് അറിയാനായിരുന്നു. അർഷ ഇല്ലല്ലോ, അവൾ ഇന്നലെ പോയതാ. ആ, എവിടേക്കാന്ന് അറിയില്ല, ഒന്നും പറഞ്ഞു. അല്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആണോ? എനിക്ക് അറിയില്ല ഏട്ടാ. വീട്ടിലെങ്ങാനും പോകുന്നു പറഞ്ഞിരുന്നോ? ഇല്ല, അവൾ ഇന്നലെ ഹോസ്റ്റലിൽ വന്നിട്ടില്ല. എവിടെ പോയെന്നറിയില്ല, പറഞ്ഞില്ല. ശരി, താങ്ക് യു. ആ, ശരി ഏട്ടാ. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി നിലവിൽ ലഭ്യമല്ല.
ആശ വിളിച്ചായിരുന്നോ? ഞാൻ ഇന്നലെ മുതൽ ട്രൈ ചെയ്യുന്ന എടുക്കുന്നില്ല. ഫോൺ അൺറീച്ചബിളാ. ഞാൻ വീട്ടിലും വിളിച്ചു, അവിടെ ചെന്നിട്ടില്ല. ഫ്രണ്ട്സിന്റെ വീട്ടിലായിരിക്കും. എനിക്കറിയില്ല. ടോണി എന്താ അവസ്ഥ? ആ കാര്യത്തിൽ എനിക്ക് ആകെ ടെൻഷനാ. ചെല്ലാത്തവന്റെ സംസാരത്തിൽ എവിടേക്കോ കൊള്ളിച്ചൊക്കെ പറയുന്ന പോലെ. അവനെല്ലാം അറിയാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ട് പോയെ. അവന്റെ കാര്യമായതുകൊണ്ട് നമുക്കിനിത് വേണ്ടേ? പിന്നെ നേരിട്ട് സംസാരിച്ചാൽ മതിയോ? നേരിട്ടൊന്നും വേണ്ടേ? പിന്നെ അത് ശരിയാവത്തില്ല. അവിടെ വന്ന് നിന്നെ കാണുമ്പോ വേണ്ട, ഇതിങ്ങനെ അങ്ങ് തീരട്ടെ. എനിക്ക് വയ്യ ഇനി ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാൻ. എനിക്കറിയില്ല എന്നെ കൊണ്ട് പറ്റുമെന്ന്, പക്ഷെ ശ്രമിക്കും. ലാസ്റ്റ് വേറൊന്നിനുമല്ല, എനിക്ക് ടൈറ്റായിട്ടൊന്ന് ഹഗ് ചെയ്താൽ മതി. എന്നിട്ട് നീ പൊക്കോ, എനിക്ക് വേണ്ടി. ഞാൻ വരാം, ലാസ്റ്റ് ടൈം. പക്ഷെ ഇനി എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വയ്യ ഇനി ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ. എനിക്ക് മനസ്സിലാവും. നീ വാ, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ടൈം. വരൂ വരൂ. കട്ട് ചെയ്യുവാണേ. ബൈ. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ടേക്ക് കെയർ. ഹലോ, എവിടെത്തി? കേറിപ്പോര്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതോടെ തീർന്നില്ലല്ലോ. കേറി വാ. എന്തോടെ മറ്റേ താൻ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തോ മുകളിലോട്ടൊരു പെങ്കൊച്ച് കയറിപ്പോട്ടുണ്ടോ? ആ പെണ്ണാ? അത് നമ്മുടെ അർഷമോളായിരിക്കും. അതല്ല, അർഷനൊക്കെ എനിക്കറിയാൻ പാടില്ലേ. പിന്നെ വേറെ ഏത് പെണ്ണ് പോകാനായിട്ടാണ്? ആ രണ്ടാം നിലയില്ലേ അവന്റെ ഫ്ലാറ്റിലേക്ക്. എടോ, ഫ്ലാറ്റിലേക്കാണ് പോയത്. അവൻ നമ്മുടെ രാമേന്ദ്രൻ സാറിന്റെ മോള അർഷയും തമ്മിൽ പ്രേമത്തിലല്ലേ? അതെനിക്കറിയാല. മൂളിയായിട്ടൊക്കെ നല്ല കമ്പനിയല്ലേ. പിന്നെ ഇതൊന്നും വെറുതെ വിട്ടാൻ പറ്റില്ലടോ. ഇതിങ്ങനെ വിടാൻ പറ്റില്ല. നേരത്തെ താമസിച്ചിരുന്ന വെച്ചതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതൊന്നും ഇവിടെ ചോദിക്കാൻ പറയാൻ ആരും ഇല്ലടോ. നമ്മളിവിടെ താമസിക്കുന്നവരല്ലടോ. എടോ, താനിത് പ്രശ്നം നോക്കരുത്. ഇവിടെ ഒന്ന് പറയുന്നത് നടക്കില്ല. അല്ല, അങ്ങനെ അന്വേഷിച്ചേ പറ്റുള്ളൂ.
ആ എന്നാ അവരെ കൂടി വിളിക്ക്. എന്താണ് ചർച്ച? ആ മോളിലത്തെ പയ്യനെ ആ ഒരു പെണ്ണിനെ വിളിച്ച് അതിന്റെ ഉള്ളിൽ കയറ്റിയാണെന്ന് ബെനറ്റ് കണ്ടെന്ന് പറഞ്ഞു. ഏതാണ് ആ അത് തന്നെ. അത് ചോദിക്കണല്ലോ. എന്താണെങ്കിലും വിവരം അറിയാലോ നമുക്ക്. അവരും കൂടി വരട്ടെ. കണ്ടു വെക്കാതെ പിള്ളേരിങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി വെറുതെ പ്രശ്നങ്ങളാക്കാന്ന് മാത്രമേ ഉള്ളത്. അല്ല പിന്നെ ആ രണ്ടാം നില പയ്യനല്ലേ, അവൻ്റെ പെങ്കൊച്ചിനെ വിളിച്ച് മുകളിൽ കയറ്റിട്ടുണ്ട്. ആളാ നിക്കറിന്റെ പയ്യനല്ലേ ഉള്ളത്, അവനൊരു പെണ്ണിനെ വിളിച്ച് മുകളിൽ കയറ്റിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കണല്ലേ. വിളിക്കണ്ട, അവനെ ഇങ്ങോട്ട് ഇറക്കാം. പോണം. പോട്ടെ. പോണ്ടെന്ന് പറഞ്ഞാലും പോകാതിരിക്കാൻ നിനക്ക് പറ്റുമോ? I won't force you. I won't force you to stay. അങ്ങനെയല്ലടാ വേണ്ടേ. നീ പറഞ്ഞ പോലെ ഒരു ഒഴുക്കിനൊപ്പം ഒഴുകി നമ്മളിപ്പോ വന്ന് നിൽക്കുന്ന ഈ സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ, നമ്മളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന അവര് പോലും അറിയാതെ നമ്മൾ ഇത്ര അടുത്തില്ലേ. പിരിയേണ്ട സമയമായി, പിന്നെ പിരിഞ്ഞല്ലേ പറ്റൂ. നീ കരയുവാണോ? നമ്മൾ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ പോലെ എൻ്റെ കയ്യിലില്ല. എടുക്കാൻ നീ സമ്മതിച്ചിട്ടില്ല. നിന്നെ കണ്ടത് മുതൽ ഓരോ മൊമെന്റ്സും ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായി. വിത്ത് മൈ ഐസ്. ഇറ്റ്സ് ഹോൾ റെക്കോർഡ് ഇൻ മൈ ഹാർട്ട്. അങ്ങനെ ഒന്നും മറന്നോന്നൊന്നല്ലല്ലോ നമ്മളിടയിലുള്ളത്. ഫോൺ എടുക്ക്. അവിടെ
എനിക്ക് പേടിയാവും. നീ അങ്ങോട്ട് മാറി. ഇങ്ങോട്ട് എന്ത് പറയാനാ? സ്വിച്ച് ഓഫ്. ഹലോ, ഹർഷമോളുടെ അച്ഛനല്ലേ? ആ, രാമേന്ദ്ര സാറേ, ഇത് ഞാനാണ്. ഹർഷമോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? ആ, ഒന്നുകൂടെ. ആ മോളെ, ഞാനാണിത്. അതെ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മുടെ അഭിനല്ലേ, അവന്റെ ചെറിയൊരു വിഷയമാണ്. ആ, മോളൊന്നും ഇങ്ങോട്ട് നേരിട്ട് വരൂ. ഇല്ല, ഒരു പ്രശ്നമില്ല. ആരും ഒന്നും ചെയ്തിട്ടില്ല. മോളൊന്നും ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. ആ ശരി, വന്നാവൻ. ആ ഡോറ് വലിച്ചു പൊളിക്കാതെ അവനെ ഇങ്ങോട്ട് വിളിച്ചിറക്കി. പിന്നല്ലാണ്ട് താഴത്തേക്ക് ഇറങ്ങി നിന്റെ മോളിൽ അങ്ങോട്ട് കയറി വരണം. തുറക്കണോ വാതിൽ? നീ മോളിൽ കയറി താഴത്തോട്ട് ഇറങ്ങി വാടാ. ഞാൻ കണ്ടതല്ലേ ഇങ്ങോട്ട്. ആ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ നടക്കൂല. എന്താണ് ഇവിടെ പരിപാടി? എന്ത് പരിപാടി? മോനെ, നിന്റെ പരിപാടി എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു പെണ്ണ് സ്ഥിരമായി വരുന്നത്, ഇപ്പൊ അവള് നിന്റെ മുകളിലുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനാ ഇവിടെ കുറെ ഫാമിലിയൊക്കെ താമസിക്കണടാ. നിന്റെ ഈ വക പരിപാടി ഇവിടെ നടക്കൂല. അത് ചോദിക്കാൻ താനാരാ? ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങള് നിന്റെ ഈ പരിപാടി നടക്കുകയില്ല, നടത്തിക്കുകയില്ല. എടോ, ഇത് ഞാൻ വാടക കൊടുത്ത് താമസിക്കുന്ന വീടാ. ഇവിടെ ആര് വരണം, എപ്പോ വരണം ഞാൻ തീരുമാനിക്കും. നീ ഒരുപാട് ഡയലോഗ് അടിക്കാതെ അവളെ ഇങ്ങോട്ട് ഇറക്കി വിടേക്ക. ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. എന്താ കാണണ്ടേ? അവളെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ എനിക്ക് സൗകര്യമില്ല. മോനെ, പ്രശ്നം വഷളാകുന്നതിന് മുന്നേ അവളെ ഇങ്ങോട്ട് ഇറക്കി വിടും. അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂലാട്ടാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇപ്പം കൂടെ ഇറക്കി വിടാൻ എനിക്ക് പറ്റത്തില്ല. അവർക്കേ അത്രക്ക് അസുഖമാണെങ്കിലേ നമുക്ക് രണ്ടിനെ പിടിച്ച് അങ്ങോട്ട് കടിച്ചുവിടാം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല. നീ ഇറക്കണ്ട, ഞങ്ങാട് കയറാ. എന്നിട്ട് രണ്ടും കൂടി വലിച്ച് ഇങ്ങോട്ട് നാട്ടുകാർക്ക് ഇട്ടങ്ങ കൊടുക്കാം. എന്നിട്ട് നാട്ടുകാർ വീട്ടിൽ കാട്ടി കൊടുക്കടാ. ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് നിന്നെ തോന്നിയ കളി. വിളിക്കടാ, നാട്ടുകാരെ വിളിയടാ, 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 വിളിക്കടാ. വിളിച്ചിറക്കടാ. വന്നുണ്ട്. എന്ത് നല്ല മഴയല്ലേ, നൈസ് മൂഡല്ലേ. മനുഷ്യനോട് എങ്ങനെ പുറത്തിറങ്ങുന്ന ആലോചിച്ചോണ്ടിരിക്കോ. അവൻ്റെ ഒരു മൂഡ്. നാളെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ? സാധാരണ ഈ അസോസിയേഷൻ പരിപാടികൾ 1-2 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടുത്തെ അസോസിയേഷൻ പരിപാടി 3-4 ദിവസം ഉണ്ടാവും. അപ്പൊ അവിടെ പെട്ടു എന്നർത്ഥം. സാരില്ല, നമുക്കവിടെ ഇരിക്കാം. അല്ല, നീ അസോസിയേഷൻ പരിപാടിക്കൊന്നും പോവാറില്ലേ? എനിക്ക് ഉമ്മാരുടെ പരിപാടിയൊന്നും ഇഷ്ടമല്ല. പിന്നെ എനിക്കെന്താ ഇഷ്ടം? ഇപ്പൊ നിന്റെ ആശയോട് വയ്ക്കും. ഹർഷ പാവാണ്. ടോണിയും പാവാ.
ഞാനും നീയും എല്ലാവരും പാവങ്ങളാ. പക്ഷേ നിന്റെ അസോസിയേഷൻകാർ അത്ര പാവാന്ന് എനിക്ക് തോന്നുന്നില്ല. എബനെ, നമ്മള് പിടിക്കപ്പെടുന്നതിനെ കുറിച്ച് നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പിടിക്കപ്പെടാനോ? അതിന് നമ്മൾ തെറ്റും ചെയ്തില്ലല്ലോ. ഒരു തെറ്റുമില്ല. എനിക്കും നിനക്കും തീ മുറിക്കും അത് തെറ്റല്ല. പക്ഷേ ആ കഥകനപ്പുറം അങ്ങനെയാണോ? വിളിയടാ. മോളെ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. നീ എന്തിനാ ഇവിടെ വരുന്നത്? അതും ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത്. ആരുമില്ലാത്ത സമയത്ത് എന്തിനാ ചേട്ടാ വരുന്നത്? മറ്റേ പരിപാടിക്ക് ഞാൻ നിങ്ങളോട് പറയാറില്ലേ സ്ഥിരം വന്നത്. അത് ഇവള് തന്നെ. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിരിക്കണ്. താങ്കളുടെ വീട് എടുക്കുന്നേ, താങ്കളുടെ വീട് എടുക്കുന്നേന്ന്. നിന്റെ കഴപ്പിനാണ് നീ ഇവിടെ നിൽക്കണം. നീ ഒച്ചപ്പാടും വേളൊന്നും ഉണ്ടാക്കണ്ട, മനസ്സിലാടാ? എല്ലാം മാങ്ങാത്തിനും ഉണ്ടാക്കും. ഇവിടെ ആരും ബഹളം ഉണ്ടാക്കണ്ട. നമുക്ക് പോലീസിനെ വിളിക്കാം. അവരും തീരുമാനം ഉണ്ടാക്കട്ടെ. താൻ പോലീസിനെ വിളിക്കും. ഇതൊരു മെട്രോ സിറ്റിയാണ്. പ്രായപൂർത്തി ആണയും പെണ്ണും ഒരുമിച്ച് നിൽക്കാം. താനൊരു കൊണയും കാണിക്കില്ല. നീ എന്തുട്ടാ കൊല നേരിവിടെ ഉണ്ടാക്കിയിട്ടും വേണിച്ചേട്ടാ എന്തെങ്കിലും കാട്ടിക്കൂട്ടാ. പ്രശ്നം ഉണ്ടാക്കല്ലേ. മോളെ നീ കിടന്നേ. നീ എന്ത് കണ്ടിട്ടാണ് ഇവന്റെ ഒക്കെ പുറകെ നടക്കണത്? ഏതെങ്കിലും ആണുങ്ങൾ എവിടെയെങ്കിലും നിന്ന് കൈയും കാലും കാണിച്ചു കഴിയുമ്പോ ഇറങ്ങി അങ്ങോട്ട് പോന്നോളൂ. നിന്റെ വീട്ടുകാരെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെയൊക്കെ വളർത്തി ഈ കോലത്തിൽ നിർത്തിയിരിക്കുന്നത്. ചേട്ടൻ പോയി ചേട്ടനെ വീട്ട് നോക്കിയാട്ടോ അവിടെ ആരെങ്കിലും കയറുന്നുണ്ടോന്ന്. എടാ ഈ കോളനിയിൽ എന്തുണ്ടെങ്കിലും നോക്കാൻ വേണ്ടിയാണ് എന്നെ സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടാക്കി നിർത്തിയേക്കണത്. അറിയാനൊക്കെ ചേട്ടാ അവിടെ പ്രശ്നമാക്കണ്ട, അതിനെ പറഞ്ഞുവിടാ നമുക്ക്. കൊച്ചെ നീ കറിയണ്ട, നീ പോയിക്കോ. അവളെ പറഞ്ഞു വിട്ടേക്കാം. എന്താണെന്നറിയാമോ? ഇനി പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ നമ്മുടെ പല്ല് കുത്തി പണിപ്പിക്കണതിന് തുല്യവും. പോയിക്കോ മോളെ, പോയിക്കോ. നീ ഇവിടെ നിൽക്കണ്ട. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. വേണ്ട, നടക്കൂല. ഓട്ടെന്ന് വിട്ടേക്ക്. നമ്മുടെയൊക്കെ വീട്ടിലും പെമ്പിള്ളേരുള്ളതല്ലേ. വിട് മോള് പോയിക്കോ. പോകാൻ ഈ കണ്ട ആൾക്കാരൊക്കെ പൊട്ടാക്കിട്ട് അവനോടൊന്ന് ഉണ്ടാക്കണം. എന്താ അഭിനയം? എന്തു പറ്റി? ആരും അറിയാതെ, ആരോട് പറയാതെ നീ ഏതോ പെണ്ണിൻ്റെ കൂടെ സ്ഥിരം എന്തൊക്കെയോ ആണെന്ന് അറിഞ്ഞ് വന്നെയാ ഞാൻ. എന്താ സത്യം? ഇത്ര നല്ല കൊച്ചുണ്ടായിട്ടാണോടാ എന്റെ പൊന്നു മോളെ. ഇവൻ ഭൂലോക ഫ്രോഡാ. അത് അവര് പറയണതാണോ നിന്റെ കുഴപ്പം? പറയണോ?
എന്നെ കുറിച്ചൊന്നും ഓർക്കായിരുന്നില്ലേ? എന്താണ് ഒന്നും പറയാത്ത? പോടാ ഹർഷ, പോടാ, വാ നമുക്ക് പോ. വിടേട്ടാ, മോളെ വിട്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇവനെ ഞാൻ എങ്ങനെയാ സ്നേഹിച്ചത്. മോളെ എനിക്കറിയാം, നീ വാ. ഇതുപോലൊരു ജന്തുവിന്റെ ഒക്കെ ഒപ്പം എന്തിനാ നീ നടക്കുന്നത്? നീ വന്നേ, വാ മോളെ, പോ, വാ. മോള് വന്നേ, ദേ ഇവിടെ ഇരുന്നേ മോള്. എന്തിനാ ചേട്ടാ അവൻ എന്നോട് എന്തിനായിരിക്കും? മോളെ അവനത് അങ്ങനെയാണ്. ഇത് ഇപ്പോഴെങ്കിലും അറിഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. ഞാൻ എന്ത് ചെയ്തിട്ട് ചേട്ടാ അവൻ എന്നോട് ഇത്രയും പേരോടെ കിടന്ന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അവന് വല്ല കൂസലും ഉണ്ടോ? ചില ആൾക്കാരങ്ങനെ. മോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. മോള് മോളുടെ ജീവിതം നോക്കും. ഇതിപ്പോ ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം. മോള് കരയല്ലേ? ഇല്ലേട്ടവനോട് ചോദിക്കണോ? മോളിപ്പോ അവനോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ അവന്റെ മാനസികാവസ്ഥയും മോളുടെ മാനസികാവസ്ഥയും തമ്മിലുള്ള ഇത് നോക്കുമ്പോ നിങ്ങൾ തമ്മിലിപ്പോ സംസാരിച്ചാൽ ശരിയാവൂല. ഇല്ലേട്ട, എനിക്ക് അവനോട് പോയി ചോദിക്കണം. മോളെ നീ പറയുന്നു കേക്ക്. നീ ഇല്ലേട്ട, മോളെ ഞാൻ പറയണത്, ചോദിക്കണം. എന്തിനാ എന്നോട് ഞാൻ പറയുന്നത് കേക്ക്. നീ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ ശരിയാവൂല, അതുകൊണ്ടാണ് പറയണത്. മോളെ മോളെ നീ പോവല്ലേ? മെട്രോ സിറ്റിയാണ്. പ്രായപൂർത്തി ആണേലും പെണ്ണും ഒരുമിച്ച് നിക്കാം. താനൊരു കോണയും കാണിക്കില്ല. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ കടയിൽ പോയച്ചതാണല്ലോ. എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു? ഫോൺ എടുത്തിട്ടുണ്ടായില്ല. ആ കൊള്ളാം, ഒരു ആവശ്യത്തിന് വിളിച്ച കിട്ടിയില്ല. പിന്നില്ലേ അവിടെ എന്താണ് നിറച്ച ആൾക്കൂട്ടം? എന്താണ് അവിടെ ആൾക്കൂട്ടോ? മൊത്തം പ്രശ്നമായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ ഞാൻ പറയാറില്ലേ ആ മോളുടെ പയ്യൻ, അവിടെ ഒരു പെങ്കൊച്ചു വരാറെന്ന് പറയാറില്ലേ, അവനൊരു പെങ്കൊച്ചിനെ വിളിച്ച് കയറ്റി. അതെ, ഞാനും സുധാകരനും മുനീറെ കൂടിയായി ഞങ്ങൾ കയറി പിടിച്ചു. ഇതേ കാണും. നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കാൻ പോയത്? വീഡിയോ എടുത്തത് എന്തിനാന്നാ? ഞാൻ ഈ റെസിഡൻസിന്റെ പ്രസിഡന്റ് ആണ്. ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തോളം ഇതൊന്നും നടക്കൂല, ഇവിടെ നടത്തിക്കേയില്ല. ആ ദേ വരണല്ലോ, ഉച്ചക്കണിക്കണം നിന്റെ മോൻ. നീ ഇവിടുത്തെ വല്ല കാര്യം അറിയണണ്ട? എന്താണ്? എന്താന്നാ? നിങ്ങൾ ആ ഫോണൊന്നും അങ്ങോട്ട് അവന് കൊടുക്ക്. ഞാൻ പറയുമ്പോഴല്ലേ വിശ്വസിക്കത്ത്. നോക്ക്, ആ ചെറുക്കനൊരു പെങ്കൊച്ചിനെ വിളിച്ച് വീട്ടിൽ കയറ്റി. ഇതാണോ കൊച്ച്? നീയെങ്ങാനും ഇതുപോലെ വല്ലതും കാണിച്ചാ മുട്ടാലി ഞാൻ തല്ലി പിടിക്കും. ഞാൻ പറയുമ്പോഴൊന്ന് ആരും വിശ്വസിക്കണില്ല. എല്ലാരും പറയും ഞാൻ വെറുതെ പറഞ്ഞാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലല്ലോ, ഇപ്പൊ കണ്ണി കണ്ടപ്പോ വിശ്വാസമായില്ല. ആ ടോണി ബ്രോ, ഞാനൊരു രാശാടോ. ഹലോ. ആ രാശ, പറ രാശേ. താനെവിടെ ഉണ്ട് ഇപ്പൊ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. തൻ്റെ പെണ്ണിനെയും ഒരു പയ്യനെയും കൂടി ഇവിടെ റൂമിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് നാട്ടുകാർ ചെറിയ സീനാക്കിയിട്ടുണ്ട്. ഒരാൾ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്താളെ നമുക്കറിയാം. അതൊന്നും പുറത്തൊന്നും പോയൊന്നുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പോലെ കൃത്യമായിട്ട്. ഇപ്പോൾ തന്നെ വിളിച്ചു പറയേണ്ട ഒരു സീനുണ്ടല്ലോ, അതുകൊണ്ട് വിളിച്ചാണ്. താൻ എന്തായാലും ഒന്ന് അന്വേഷിക്കേ കേട്ടാ. ശരി എന്നാ, ഓക്കെ. ഒന്ന് വരാമോ?
ഇതും എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കെല്ലാം നിൻ്റെ ഒരു ഉത്തരം ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. അതിനിപ്പോൾ നീ എന്ത് ഉത്തരം തന്നാലും. എടി നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ടല്ലേ എടി കണ്ടിട്ടുള്ളൂ. നല്ലൊരു ഫ്രണ്ടായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നിന്നോടല്ലേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരുമ്പോൾ അത് ഇതും എനിക്കെല്ലാം അറിയാം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. പിന്നെ നിന്നോട് ഞാനൊന്നും ചോദിക്കാത്ത എന്താണെന്നറിയോ? എനിക്ക് വയ്യ എൻ്റെ മുമ്പിൽ നീ ഈ മുഖമായിട്ട് വന്ന് നിൽക്കുന്ന കാണാൻ. ഇതും എനിക്കൊന്നും സംസാരിക്കാനില്ല. നിന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കൂടെ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നൊരു ഫ്രണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന നിനക്ക് എന്നോട് പറയാറുന്നത് ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് പറയായിരുന്നു. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? എന്ത് അഭിനയമായിരുന്നു അഭിനയം നീ. എന്ത് വിശ്വാസമായിരുന്നു എനിക്ക് നിന്നെ. നീ ഒന്നും പറയണ്ട. നിന്റെ മനസ്സിലുള്ളത് ഞാൻ എപ്പോഴേ കേട്ടു. എടാ അവൾക്ക് അവനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഓർക്കായിരുന്നില്ലേടാ. ഞാൻ നിന്നെ എങ്ങനെയൊക്കെ സ്നേഹിച്ചതാ. നിന്റെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ? കെയർ ചെയ്യാതിരുന്നിട്ടുണ്ടോ? എന്നെ എന്തിനാടാ? എന്നെ പോലെ അവൻ അവൾക്ക് പറ്റുമോ? ഇല്ല, പറ്റില്ലടാ. പറ്റുമായിരുന്നെങ്കിൽ അവള് നിന്നെ വിട്ടു പോവില്ലായിരുന്നടാ. എന്താടാ ഒന്നും പറയാതെ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറ. എടാ നിന്നെ പോലും ഒരുത്തനെ സ്നേഹിച്ചാൽ എനിക്ക് എന്നോടൊരു വെറുപ്പ് തോന്നടാ. പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ?
കോൺഫിഡൻസ് ഉണ്ടല്ലോ അഭിനെ, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും. എടാ, എനിക്ക് നിന്നെ പോലെ വലിയ ലോകവിവരോ ഐഡിയോളജീസോ ഒന്നും അറിഞ്ഞൂടാ. ഞാനൊരു സാധാരണ പെൺകുട്ടിയാ. എന്നെ സ്നേഹിക്കണവരെ കണ്ണും പൂട്ടി തിരിച്ച് സ്നേഹിക്കാനേ എനിക്ക് അറിയൂ. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് എന്നെ കളഞ്ഞു വേറെ ആളുടെ കൂടെ എങ്ങനെയാടാ, എന്തിനാടാ? പറ, എന്താ കാരണം? നിനക്ക് ബോറടിച്ച് കാണും അല്ലേടാ? അങ്ങനെയൊന്നുമില്ല. എടാ, നിനക്ക് എന്റെ അടുത്തുനിന്ന് കിട്ടാതെ എന്താടാ അവളുടെ അടുത്ത് കിട്ടിയേ? പറയടാ, മാറാ. ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ ഒരാൾക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റൂലടാ. എടാ, നിനക്ക് എന്താടാ വേണ്ടെന്ന് പറ. ഞാൻ നിന്നെ സന്തോഷിപ്പിച്ച പോലെ വേറെ ആർക്കും നിന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ലടാ. പറ്റില്ല. എടാ, എന്തേലും ഒന്ന് പറ. ഹർഷ, 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 എന്താ? ഹർഷ, ഹർഷ, എന്താ പറ്റി? ഹർഷ, എടാ, എന്താ?
Yeah, I know. Falling now. Don't let go. Call me now. Come back home. Show me love, slow me down. Oh, I know all your flaws. Don't stay long. I can't let go. Oh, I know all your flaws. Don't stay long. I can't let go. Da. മുടിയൊക്കെ മുറിച്ച് മാറി. മാറി, പക്ഷെ അത് മുടി മുറിച്ചിട്ടാണോന്ന് അറിയത്തില്ല. എപ്പോഴാ മുടി വെട്ടി?
നമ്മളന്ന് അവസാനമായിട്ട് കണ്ടില്ലേ? അന്ന് എന്നോട് ദേഷ്യമാണോ? ദേഷ്യമൊന്നുമില്ല. ആദ്യം ഒരു തരം മരവിപ്പായിരുന്നു. പിന്നെ ലോകത്തിൽ ഇത് ആദ്യമായിട്ട് അനുഭവിക്കുന്ന ആളൊന്നും അല്ലല്ലോ ഞാൻ. പിന്നെ എല്ലാം മാറി മറന്നു. എല്ലാം ഹലോ, അറിയോ? മനസ്സിലായോ? മനസ്സിലായി. എത്ര നാളായി? സൈഡിലേക്ക് വാ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ കാലമായാലോ കണ്ടിട്ട്. സുഖായിരിക്കുന്നു. നീ വേറെ എന്തൊന്നും മിണ്ടാത്തെ? പ്രത്യേകിച്ചൊന്നുമില്ല. നീ ഇപ്പോഴും അന്നത്തെ സംഭവമൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? അല്ല. ഞാനതൊക്കെ പണ്ടേ വിട്ടു. അന്നത്തെ നിനക്ക് അറിയാലോ എൻ്റെ സിറ്റുവേഷൻ. അതൊന്നും താങ്ങാനുള്ളൊരു മനസ്സെനിക്ക് ഉണ്ടായിരുന്നില്ല. അതാ ഇഷ്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിന്നെ കണ്ടപ്പോൾ തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചതാ. അത്രയ്ക്ക് ചമ്മലായിരുന്നു എനിക്ക്. പിന്നെ നിന്നെ അധികം സോഷ്യൽ മീഡിയയിലൊന്നും കാണാറില്ലല്ലോ? ഇല്ല, ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഞാനും അങ്ങനെ ആക്റ്റീവ് ഒന്നുമില്ല. ആർക്കാ സമയം? ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കുറേ മാറിയിട്ടുണ്ടെന്ന്. നിനക്കെന്താ തോന്നുന്നത്? Yeah, you look good. You're also looking good. Thank you. സുഖമായിരിക്കുന്നോ? പിന്നെ കാണാം. സമയം പോട്ടെ. കാണാം. ടേക്ക് കെയർ. Arsha. Huh? Do you miss me? പോട്ടെ.